വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ്. തട്ടിയത് 4.11 കോടി രൂപ. ഇരിങ്ങാലക്കുട ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തെന്ന് വിശ്വസിപ്പിച്ച് കോണത്തുകുന്ന് സ്വദേശിയായ 85-കാരനിൽ നിന്ന് 4.11 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പു സംഘത്തിന് കമ്മീഷൻ വ്യവസ്ഥയിൽ അക്കൗണ്ട് വഴി പണം കൈമാറിയ മലപ്പുറം പാണ്ടിക്കാട് കുറ്റിപ്പുള്ളി സ്വദേശി അല്ലപ്ര വീട്ടിൽ റഷീഖ് രാജിനെയാണ് പാണ്ടിക്കാട്ടുനിന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബിസിനസ്സുകാരനും മുൻ പ്രവാസിയുമാണ് തട്ടിപ്പിനിരയായത്. 2025 സെപ്റ്റംബർ 9 മുതൽ 2026 ജനുവരി 1 വരെയുള്ള കാലയളവിലാണ് വയോധികനെ ഭയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് പണത്തിലൊരു ഭാഗം സ്വന്തം അക്കൗണ്ടിലേക്ക് അയപ്പിക്കുകയും ഇത് പിൻവലിച്ച് പ്രധാന പ്രതികൾക്ക് കൈമാറി കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്തതിനാണ് അറസ്റ്റ്. പ്രതിയെ റിമാൻഡ് ചെയ്തു. പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുംബൈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കേസിലുൾപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിലൊന്ന് പരാതിക്കാരന്റെ പേരിലാണെന്ന് പ്രതികൾ വാട്സാപ്പ് കോളിലൂടെ വിളിച്ച് വിശ്വസിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പരാതിക്കാരന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലെ ഇടപാടുകൾ പരിശോധിക്കണമെന്നും പണം തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ദേശീയ താൽപര്യം മുൻനിർത്തി കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ നടപടിയെന്നും വിവരം മറ്റാരോടും പറയരുതെന്നും വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുതെന്നും പറഞ്ഞ് പരാതിക്കാരനെയും പരിചാരകനെയും പ്രതികൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു. വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി 4,11,65,206 രൂപയാണ് തട്ടിപ്പു സംഘം കൈക്കലാക്കിയത്. സംഭവത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കമ്മീഷൻ ഏജന്റായ പ്രതി പിടിയിലായത്. വലിയ തോതിൽ പണം പിൻവലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് ജീവനക്കാർ ചോദിച്ചെങ്കിലും ബിസിനസ് ആവശ്യത്തിനെന്നായിരുന്നു മറുപടി. പിന്നീട് തട്ടിപ്പ് തിരിച്ചറിഞ്ഞപ്പോൾ ബാങ്ക് ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ റഫീഖ്, സൈബർ പോലീസ് സ്റ്റേഷൻ എസ്ഐമാരായ കെ വി ജസ്റ്റിൻ, പി എസ് സുജിത്, CPOമാരായ ടി പി ശ്രീനാഥ്, ശബരിനാഥ്, അനന്തുമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.